ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റൈസ് പ്ലസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വിജയത്തിൻ്റെ വിത്താണ് സ്വപ്നങ്ങൾ. ജ്വലിപ്പിക്കുന്ന ഒരു സ്വപ്നം നിങ്ങൾക്കുണ്ട് എങ്കിൽ വിജയിക്കാനുള്ള വഴികൾ മാസ്മരികമായി തന്നെ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഉറച്ചു വിശ്വസിക്കുക, നാളത്തെ പ്രഭാതം നിങ്ങൾക്കുള്ളതാണ്. നല്ല ആത്മവിശ്വാസത്തോടുകൂടി സഹകാരി റൈസ് പ്ലസിനോടൊപ്പം നിങ്ങളുടെ വിജയയാത്ര തുടരട്ടെ. എല്ലാവർക്കും വലിയ വിജയം നേടാൻ കഴിയട്ടെ എന്ന ആശംസയോടുകൂടി, ഏറെ സ്നേഹത്തോടുകൂടി എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക്. ഇന്ന് ഇന്ത്യൻ ഭരണഘടനയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ പ്രധാനം എന്ന് പറയുമ്പോൾ ആ ടോപ്പിക്കിൻ്റെ പേര് കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം, ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ രാഷ്ട്രപതിയെക്കുറിച്ചാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പവേഴ്സ് എന്താണ്, ഫങ്ഷൻസ് എന്താണ്, അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട വസ്തുതകൾ മിക്കവാറുമുള്ള എല്ലാ പരീക്ഷകൾക്കും ചോദ്യങ്ങളായി വരാറുണ്ട്. നമുക്ക് ഒന്ന് പരിശോധിക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ്. വളരെ ശ്രദ്ധാപൂർവം ഈ ക്ലാസ് കാണുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യണം എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നോക്കൂ, ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ രാഷ്ട്രപതി. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് കുറച്ച് ആർട്ടിക്കിൾ ബേസ് ചെയ്തുകൊണ്ട് വസ്തുതകൾ പറയാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർട്ടിക്കിൾ പഠിക്കാൻ വളരെ എളുപ്പമായി തോന്നും. നോക്കാം, നമുക്ക് രാഷ്ട്രപതി എന്ന് പറയുമ്പോൾ, പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ആദ്യം ഓർക്കേണ്ടത് ആർട്ടിക്കിൾ 52 ആണ്. പാർട്ട് 5 ആണ്. യൂണിയൻ എക്സിക്യൂട്ടീവ് ഒക്കെ വരുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ പാർട്ട് 5 ആണെന്ന് നിങ്ങൾക്കറിയാം. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ 52 മുതൽ തുടങ്ങുകയാണ് പ്രസിഡന്റിനെ കുറിച്ച്. അപ്പോൾ ആർട്ടിക്കിൾ 52 എന്താ പറയുന്നത്? ദെയർ ഷാൽ ബി എ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ദെയർ ഷാൽ ബി എ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യക്കൊരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്നനുശാസിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 52. ദെയർ ഷാൽ ബി എ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 52 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി ആ പ്രസിഡന്റ് ആരാണ്? അതും കൂടി ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. 3 രീതിയിൽ പ്രസിഡന്റിനെ നമ്മളിവിടെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. അത് 3 OMR ചോദ്യങ്ങളായി നിങ്ങൾ മനസ്സിൽ കണ്ടുകൊള്ളുക. കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഭരണഘടനാ തലവൻ. ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഒന്നാമത്തെ പൗരൻ, പ്രഥമ പൗരൻ. സുപ്രീം കമാൻഡർ ഓഫ് ആംഡ് ഫോഴ്സ്, സർവ്വസൈന്യാധിപൻ. ഇത് 3 ആര് തന്നെയാണ്? ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിനെ എങ്ങനെയൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം എന്ന് ചോദിച്ചാൽ, കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ഇന്ത്യ, ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ, സുപ്രീം കമാൻഡർ ഓഫ് ആംഡ് ഫോഴ്സ്. അതായത് രാഷ്ട്രത്തിൻ്റെ ഭരണഘടനാ തലവനാണ്, പ്രഥമ പൗരനാണ്, സർവ്വസൈന്യാധിപനാണ്. 3 സേനാ വിഭാഗങ്ങളുടെയും, ആർമി, നേവി, എന്താണ്, എയർഫോഴ്സ്, ഇങ്ങനെ 3 സേനാ വിഭാഗങ്ങളുടെയും തലവനാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ 3 സേനാ വിഭാഗങ്ങൾക്കും തലവന്മാരുണ്ട്. ആ തലവന്മാരെ നിയമിക്കുന്ന അതിൻ്റെ തലവനാണ് രാഷ്ട്രപതി എന്ന അർത്ഥമാക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഹീ ഈസ് ദി സുപ്രീം കമാൻഡർ ഓഫ് ആംഡ് ഫോഴ്സ്. ഇൻ ദാറ്റ് കപ്പാസിറ്റി ഹീ അപ്പോയിൻറ്റ്സ് എന്താണ്, ദി ചീഫ് ഓഫ് ദി 3 ഫോഴ്സസ്. ഈ 3 ഫോഴ്സുകളുടെയും അല്ലെങ്കിൽ സർവ്വസൈന്യാധിപൻ എന്നറിയപ്പെടുന്നത്, അതായത് സൈന്യാധിപന്മാരുടെയും ഈ 3 സേനാ വിഭാഗങ്ങളുടെയും തലവന്മാരുടെ തലവൻ. അപ്പോൾ സർവ്വസൈന്യാധിപൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ ദെർ ഷാൽ ബി എ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അണ്ടർ ആർട്ടിക്കിൾ 52 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ഫസ്റ്റ് സിറ്റിസൺ, കോൺസ്റ്റിറ്റ്യൂഷൻ ഹെഡ് ഓഫ് ഇന്ത്യ, സുപ്രീം കമാൻഡർ ഓഫ് ആംഡ് ഫോഴ്സ്. ക്ലിയർ അല്ലേ? ഇതാണ് 52 പഠിക്കുമ്പോൾ നിങ്ങൾ വളരെ പ്രധാനമായിട്ട് ഓർക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾ 53ലേക്ക് നമുക്കൊന്ന് വരാം. ആർട്ടിക്കിൾ 53 പറയുന്നത്, ദി എക്സിക്യൂട്ടീവ് പവർ ഓഫ് യൂണിയൻ ഷാൽ ബി വെസ്റ്റഡ് വിത്ത് ദി പ്രസിഡന്റ്, അല്ലെങ്കിൽ വെസ്റ്റഡ് ഇൻ ദി പ്രസിഡന്റ്. ഈ എക്സിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് യൂണിയൻ ഗവൺമെൻറ്,
ആർ വെസ്റ്റഡ് വിത്ത് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അതായത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന ആർട്ടിക്കിൾ 53 ഓൾ ദി എക്സിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് യൂണിയൻ ഷാൽ ബി വെസ്റ്റഡ് ഇൻ ദി പ്രസിഡന്റ്. നിങ്ങൾക്കറിയാം, ഏത് തീരുമാനം ഗവൺമെൻറ് എടുത്താലും ഇൻ ദി നെയിം ഓഫ് പ്രസിഡന്റ് ആണ്. രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടു കൂടിയാണ് ഓരോ തീരുമാനങ്ങൾ ഗവൺമെൻറ് എടുക്കുന്നത്, യൂണിയൻ ഗവൺമെൻറ് എടുക്കുന്നത്. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ആ അധികാരം, ആ എക്സിക്യൂട്ടീവ് പവർ ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? രാഷ്ട്രപതിയിൽ. അതുകൊണ്ടാണല്ലോ നമ്മളൊരു ചോദ്യം സ്ഥിരമായി മത്സര പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്നത്. എന്താ ചോദ്യം? എ ബിൽ പാസ്ഡ് ബൈ ബോത്ത് ദി ഹൗസ് ഓഫ് പാർലമെന്റ് ബിക്കംസ് ആൻ ആക്ട് ഓൺലി ആഫ്റ്റർ ഗെറ്റിംഗ് അസെന്റ് ഓഫ് ദി പ്രസിഡന്റ്. ഓർത്തോളുക, പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു ബില്ല് നിയമമാകുന്നത് രാഷ്ട്രപതി ഒപ്പുവയ്ക്കുമ്പോഴാണ്. അപ്പം അതിനർത്ഥം എന്താണ്? എല്ലാ എക്സിക്യൂട്ടീവ് പവറും രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അവ 52 53 മനസ്സിലുണ്ടാകണം. ഓർഡറായി പഠിച്ചു പോകണം. പഠിക്കാൻ നല്ല എളുപ്പമാണ്. 52 ആർട്ടിക്കിൾ 52 ദർ ഷാൽ ബി എ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ആർട്ടിക്കിൾ 53 ഓൾ ദി എക്സിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് യൂണിയൻ ആർ വെസ്റ്റഡ് ഇൻ ദി പ്രസിഡന്റ്. ഓക്കെ അല്ലേ? നോക്കൂ, ആർട്ടിക്കിൾ 54 ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു ദി പ്രസിഡൻഷ്യൽ ഇലക്ഷൻ, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏത്? ഈ പ്രസിഡൻഷ്യൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സ്ഥിരമായി പരീക്ഷകൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുകൂടി ഒന്ന് ഓർത്തു പോവുക. അപ്പോൾ ആർട്ടിക്കിൾ 54 ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു ദി പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. നോക്കൂ, ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ബോറോഡ് presidential election from Irish constitution. Presidential election, the idea of presidential election, India borrowed from Irish constitution. That means from Ireland. ഇതെവിടെയോ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഓർക്കുന്നുണ്ടോ ഞാൻ ഈ കാര്യം പറയുന്നത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, DPSP പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്. ഇന്ത്യ ബോറോഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഫ്രം അയർലൻഡ്. അവിടെ നമ്മളൊരു ചെറിയ ചാർട്ട് പഠിച്ചല്ലോ. അയർലൻഡിൽ നിന്ന് കടം വാങ്ങിയ 3 കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? അന്ന് ഞാൻ പറഞ്ഞതാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, പ്രസിഡൻഷ്യൽ ഇലക്ഷൻ, നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭ ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. 12 മെമ്പേഴ്സിനെ രാഷ്ട്രപതി എവിടേക്ക് നാമനിർദ്ദേശം ചെയ്യാറുണ്ട്? രാജ്യസഭയിലേക്ക്. എങ്ങനെയുള്ള 12 മെമ്പേഴ്സ്? ദി പേഴ്സൺ ഹൂ ഷോഡ് എക്സലൻസി ഇൻ ദി ഫീൽഡ് ഓഫ് ആർട്ട്, സയൻസ്, ലിറ്ററേച്ചർ ആൻഡ് സോഷ്യൽ സർവീസ്. കല, ശാസ്ത്രം, സാഹിത്യം, സാമൂഹ്യ സേവനം എന്നീ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച 12 അംഗങ്ങളെ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നു എന്ന് നമ്മൾ ലോകസഭയും രാജ്യസഭയൊക്കെ പഠിപ്പിച്ചതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഈ രാജ്യസഭയിലേക്ക് 12 മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്നത് ഏത് രാജ്യത്തിൻ്റെ മോഡലാണെന്ന് ചോദിച്ചാൽ അയർലൻഡിൽ നിന്നാണ്. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഈ 3 കാര്യങ്ങളും കടം വാങ്ങിയത്. ഏതൊക്കെ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, പ്രസിഡൻഷ്യൽ ഇലക്ഷൻ, നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭ ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇത് 3 മറക്കാതിരിക്കുക. ഇതിലേറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എവിടുന്ന് കടം വാങ്ങിയതാണ്. അതുപോലെ പ്രസിഡൻഷ്യൽ ഇലക്ഷനും വളരെ പ്രധാനപ്പെട്ടതാണ്, മറക്കാതിരിക്കുക. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ബോറോഡ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഫ്രം ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ക്ലിയർ അല്ലേ? ദി അതോറിറ്റി കണ്ടക്ട്സ് ഇലക്ഷൻ ടു ഓഫീസ് ഓഫ് പ്രസിഡന്റ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത് ആര്? പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഈസ് മാനേജ്ഡ് ബൈ ദി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ദി മേജർ ഇലക്ഷൻ ഇൻ ഇന്ത്യ ആർ കണ്ടക്റ്റഡ് ബൈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഏതൊക്കെയാണ്? പ്രസിഡൻഷ്യൽ ഇലക്ഷൻ, ഇലക്ഷൻ ടു വൈസ് പ്രസിഡന്റ്, രാജ്യസഭ ഇലക്ഷൻ, ലോക്സഭ ഇലക്ഷൻ, ഇലക്ഷൻ ടു സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. ഈ 5 പ്രധാനപ്പെട്ട ഇലക്ഷൻസും കണ്ടക്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇലക്ഷൻ ടു പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റീസ് ഓർ ലോക്കൽ സെൽ ഗവൺമെൻറ് ബോഡി ആർ കണ്ടക്റ്റഡ് ബൈ
ദി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു റോളേ ഉള്ളൂ. അതെന്താണ്? സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പുകൾ, സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ലോക്കൽ സെൽ ഗവൺമെൻറ് ബോഡീസ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റീസ്, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ ഇലക്ഷൻ മേൽനോട്ടം വഹിക്കൽ മാത്രമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതല എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഈസ് കണ്ടക്റ്റഡ് ബൈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ദി മിനിമം ഏജ് ടു ബിക്കം ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇത് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ്. മിനിമം ഏജ് ടു ബിക്കം ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ രാഷ്ട്രപതിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായപരിധി എത്ര? 35 years. നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണർ ഓഫ് എ സ്റ്റേറ്റ്, ഈ 3 പോസ്റ്റിലേക്കും മിനിമം ഏജ് എന്ന് പറയുന്നത് 35 years ആണ്. മറക്കാതിരിക്കണം. നമ്മൾ കുറച്ച് ചാർട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. ഇവിടെ 35 years ആർക്കൊക്കെയാണ് മിനിമം ഏജായി വരുന്നത്? ദി പേഴ്സൺ ഹു വാണ്ട് ടു ബിക്കം പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണർ ഓഫ് എ സ്റ്റേറ്റ്, ഇത് 3 പേർക്കുമാണ് ഈ 35 വയസ്സ് വേണ്ടി വരുന്നത്. ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് മിനിമം ഏജ് ആണ്. മാക്സിമം ഏജ് ഓഫ് പ്രസിഡന്റ് അല്ലെങ്കിൽ മാക്സിമം ഏജ് ഓഫ് എ പ്രസിഡന്റ്, ഒരു രാഷ്ട്രപതിയുടെ പരമാവധി പ്രായപരിധി എത്രയാണ്? അപ്പോൾ ഇവിടെ മിനിമം ഏജ് പറഞ്ഞ പ്രസിഡന്റിന്, വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ ഗവർണർ ഓഫ് സ്റ്റേറ്റ് സെയിം എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഈ ചോദ്യം ആ 3 പേർക്കും ബാധകമാണ്. മാക്സിമം ഏജ്, പലരും 65 എന്ന് പറയുന്നവരുണ്ടാകാം, 70 എന്ന് പറയുന്നവരുണ്ടാകാം. അങ്ങനെയൊന്നും പറയരുത്. ദർ ഈസ് നോ മാക്സിമം ലിമിറ്റ്. എത്ര വയസ്സുവരെ വേണമെങ്കിലും ഇന്ത്യയുടെ രാഷ്ട്രപതിയായി തുടരാം. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ഒരിക്കൽ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ എത്ര കാലം വേണോ തുടരാമെന്നല്ല പറഞ്ഞത്. ഹി ഷുഡ് ബി റീ ഇലക്റ്റഡ് എവറി 5 year. 5 വർഷം തോറും തിരഞ്ഞെടുക്കപ്പെടുകയാണ് എങ്കിൽ, ഓരോ 5 വർഷം കഴിയുമ്പോഴാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് വരുന്നത്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ എത്ര കാലം വരെ വേണമെങ്കിലും, എത്ര വയസ്സ് വരെ വേണമെങ്കിലും രാഷ്ട്രപതിക്ക്, ഒരു വ്യക്തിക്ക് രാഷ്ട്രപതിയായി തുടരാവുന്നതാണ്. ദർ ഈസ് നോ മാക്സിമം ഏജ് ലിമിറ്റ് ഫോർ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണർ എക്സെട്ര. ഇവർക്ക് ആർക്കും മാക്സിമം ഏജ് ലിമിറ്റ് ഇല്ല. പക്ഷേ ഈ 3 പേർക്കും മിനിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 35 years. അത്രയെങ്കിലും ആയാലേ ഈ പദവികളിലേക്ക് വരാൻ കഴിയുകയുള്ളൂ. ക്ലിയർ അല്ലേ? നോക്കൂ, ദി പ്രസിഡന്റ് ഈസ് ഇലക്റ്റഡ് നോട്ട് ഡയറക്ട്ലി ബൈ ദി പീപ്പിൾ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദി ഹു ക്യാൻ ഇലക്ട് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നാണ് ചോദ്യം. ഇന്ത്യയുടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ കഴിയുന്നത് ആർക്കൊക്കെയാണ്? ആരാണ് ഈ പ്രസിഡന്റ് ഇലക്ഷൻ്റെ പ്രോസസ്സിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? നോക്കൂ, പ്രസിഡന്റ് ഈസ് നോട്ട് ഇലക്റ്റഡ് ഡയറക്ട്ലി ബൈ ദി പീപ്പിൾ. അതായത് ഒരിക്കലും നമ്മൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന ആളല്ല പ്രസിഡന്റ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എന്തെല്ലാം തിരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ട് ലോക്കൽ സെൽ ഗവൺമെൻറ് ബോഡീസിൽ. ഇപ്പം വരാൻ പോകുന്നു ഇനി ലോക്കൽ സെൽ ഗവൺമെൻറ് ബോഡീസ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്, അതുപോലെ തന്നെ ലോക്സഭാ ഇലക്ഷൻ, ഇതിനെല്ലാം നിങ്ങൾ വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. ഒന്ന് ഓർത്ത് നോക്കൂ, എന്നെങ്കിലും രാഷ്ട്രപതിയെ തിരഞ്ഞെടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. നമുക്കതിനുള്ള അവകാശമില്ല. പ്രസിഡന്റ് ഈസ് ഇലക്റ്റഡ് നോട്ട് ഡയറക്ട്ലി ബൈ ദി പീപ്പിൾ, ബൈ ദി മെമ്പേഴ്സ് ഓഫ് ഇലക്ട്രൽ കോളേജ്. ഒരു ഇലക്ട്രൽ കോളേജ് ഉണ്ട്, ഒരു എന്താ പറയുന്നത്, തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സമിതി, ഒരു ഇലക്ട്രൽ കോളേജ് ഉണ്ട്. ആ ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ പഠിക്കണം, ഇത് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഈസ് ആൻ ഇൻഡയറക്റ്റ് ഇലക്ഷൻ. നമ്മുടെ രാജ്യത്ത് 2 തരത്തിലുള്ള ഇലക്ഷൻസ് ഉണ്ട്. ഡയറക്റ്റ് ഇലക്ഷൻസും ഇൻഡയറക്റ്റ് ഇലക്ഷനും ഉണ്ട്. ഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് പോൾ ചെയ്യുന്നത്, വോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഏതൊക്കെയാണ് ഡയറക്റ്റ് ഇലക്ഷൻ്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ലോക്സഭ ഇലക്ഷൻ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻ, ലോക്കൽ സെൽ ഗവൺമെൻറ് ബോഡീസ് ഇലക്ഷൻ, ഇതെല്ലാം ഡയറക്റ്റ് ഇലക്ഷനാണ്. നമ്മൾ നേരിട്ട് വോട്ട് ചെയ്യുന്നതാണ്. എന്നാൽ ഇൻഡയറക്റ്റ് ഇലക്ഷൻ്റെ എക്സാമ്പിൾസ് പറയാമോ? പ്രസിഡന്റ് ഇലക്ഷൻ, അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ, വൈസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ, അതുപോലെ തന്നെ എന്താണ് ഇലക്ഷൻ ടു രാജ്യസഭാ മെമ്പേഴ്സ്, ഇതെല്ലാം ഇൻഡയറക്റ്റ് ഇലക്ഷൻസ് ആണ്. ഇതൊന്നും നമ്മൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നതല്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം.
ഹു ക്യാൻ ഇലക്ട് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാൻ ആർക്കൊക്കെയാണ് അധികാരമുള്ളത്? അതിനൊരു ഇലക്ട്രൽ കോളേജ് സംവിധാനം ഉണ്ട്. ഒരു ഇലക്ട്രൽ കോളേജ്, ഒരു ഇലക്ട്രൽ സമിതിയുണ്ട്. അതിനകത്ത് ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ്. ദി ഇലക്റ്റഡ് മെമ്പേഴ്സ്, നോക്കൂ, ദി പ്രസിഡന്റ് ഈസ് ഇലക്റ്റഡ് നോട്ട് ഡയറക്ട്ലി ബൈ ദി പീപ്പിൾ ബട്ട് ബൈ മെമ്പേഴ്സ് ഓഫ് ഇലക്ട്രൽ കോളേജ് കൺസിസ്റ്റിംഗ് ഓഫ് ദി ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ദി ഹൗസ് ഓഫ് പാർലമെന്റ്. തീർന്നില്ല, ആദ്യം അത് ഓർക്കണം. ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ദി ഹൗസ് ഓഫ് പാർലമെന്റ്, അതൊന്ന് ക്ലിയർ ചെയ്തു പോവുക. ബോത്ത് ദി ഹൗസ് ഓഫ് പാർലമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, രാജ്യസഭ എന്ന അപ്പർ ഹൗസും ലോക്സഭ എന്ന ലോവർ ഹൗസും ഉണ്ട്. അല്ലെങ്കിൽ രാജ്യസഭ എന്ന കൗൺസിൽ ഓഫ് സ്റ്റേറ്റും ലോക്സഭ എന്ന ഹൗസ് ഓഫ് പീപ്പിളും ഉണ്ട്. ഇത് രണ്ടുമല്ലേ ബോത്ത് ദി ഹൗസ് എന്ന് പറയുന്നത്? ഈ രണ്ട് ഹൗസിലുമുള്ള ഒൺലി ഇലക്റ്റഡ് മെമ്പേഴ്സ്, അടിവരയിട്ട് പറയേണ്ട കാര്യമാണ്. അപ്പം നോമിനേറ്റഡ് മെമ്പേഴ്സ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി ഇലക്ട്രൽ കോളേജ് ഫോർ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. നോമിനേറ്റഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം 12 പേരേ ഉള്ളൂ. രാജ്യസഭയിലേക്ക് മാത്രമാണ് ഇപ്പം ഇങ്ങനെ നോമിനേഷൻ ഉള്ളത്. ലോകസഭയിലേക്കുള്ള 2 ആംഗ്ലോ ഇന്ത്യൻ നോമിനേഷൻ 104-ാം ഭേദഗതിയിലൂടെ അബോളിഷ് ചെയ്ത കാര്യം ഒരുപാട് തവണ നമ്മൾ പറഞ്ഞതായിരുന്നു. അപ്പോൾ ഇവിടെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ 12 നോമിനേറ്റഡ് മെമ്പേഴ്സ്, ഇപ്പം നിലവിൽ രാജ്യസഭയിലുള്ള 12 നോമിനേറ്റഡ് മെമ്പേഴ്സിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല, അവർക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് ദേ ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി ഇലക്ട്രൽ കോളേജ് ഫോർ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. അപ്പോൾ ഇലക്ട്രൽ കോളേജ് ഓഫ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ കൺസിസ്റ്റ് ഓഫ് ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ദി ഹൗസ് ഓഫ് പാർലമെന്റ്. ഇരു സഭകളിലും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, ഇരു സഭകളിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. അവർ മാത്രമല്ല, ദി ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി, സംസ്ഥാന നിയമസഭകളിലെ ഇലക്റ്റഡ് മെമ്പേഴ്സ്. അവിടെയും നോമിനേറ്റഡ് മെമ്പേഴ്സ് ഇപ്പം ഇല്ല. നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ആൻഡ് the elected members of legislative assemblies of union territories of Delhi, Puducherry and Jammu Kashmir. ഇത്രയും പേരാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രൽ കോളേജിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി എല്ലാം കൂടെ ചേർത്ത് ഞാൻ ഒറ്റ സെൻറ്റൻസ് ആയിട്ട് പറയാം. ഹു ക്യാൻ ഇലക്ട് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? നിങ്ങൾ ഒരുമിച്ച് പഠിച്ചു വെച്ചുകൊള്ളുക. ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്യാൻ ബി ഇലക്റ്റഡ് ബൈ an electoral college consisting of elected members of both the House of Parliament and elected members of state legislative assemblies and elected members of legislative assemblies of union territories of Delhi, Puducherry and Kashmir, ജമ്മു കാശ്മീർ. അതിൻ്റെ അർത്ഥം എന്താണ്? അവസാനം പറഞ്ഞ പോയിന്റിൻ്റെ അർത്ഥം, അതായത് ദി മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് ഡൽഹി, പുതുച്ചേരി ആൻഡ് ജമ്മു കാശ്മീർ ആർ ഇൻക്ലൂഡഡ് ഇൻ ദി ഇലക്ട്രൽ കോളേജ് ഫോർ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. കാരണം ഈ 3 യൂണിയൻ ടെറിട്ടറീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദീസ് ആർ ദി യൂണിയൻ ടെറിട്ടറീസ് ഹാവിങ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്, സംസ്ഥാന നിയമസഭകളുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. അല്ലെങ്കിൽ പറയുക, ദീസ് ആർ ദി യൂണിയൻ ടെറിട്ടറീസ് ഹാവിങ് സ്റ്റാറ്റസ് ഓഫ് സ്റ്റേറ്റ്, സംസ്ഥാന പദവിയിലേക്ക് എത്തിയ ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉള്ള സംസ്ഥാന യൂണിയൻ ടെറിട്ടറീസ് ആണ് സംസ്ഥാന പദവി ഉള്ളത്. നേരത്തെ 2 ഉണ്ടായിരുന്നുള്ളൂ. 2019 ശേഷം ജമ്മു കാശ്മീർ റീ ഓർഗനൈസേഷൻ ആക്ട് പാസ്സാക്കിയതിന് ശേഷം ജമ്മു കാശ്മീരും ആ പദവിയിലേക്ക് അല്ലെങ്കിൽ ആ പട്ടികയിലേക്ക് വന്നു. അതിൻ്റെ സ്റ്റേറ്റ് പദവിയെല്ലാം നഷ്ടപ്പെട്ട്, നിങ്ങൾക്കറിയാം, ജമ്മു കാശ്മീർ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 യൂണിയൻ ടെറിട്ടറീസ്, ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക്. ലഡാക്ക് ഇപ്പോഴും യൂണിയൻ ടെറിട്ടറി എന്നുള്ള പദവി തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ ഡൽഹിയും പുതുച്ചേരിയും ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഉള്ള 2 യൂണിയൻ ടെറിട്ടറി ആയിരുന്നു. ആ പട്ടികയിലേക്ക് 2019 ശേഷം ജമ്മു കാശ്മീരും എത്തി. അപ്പോൾ ആ ജമ്മു കാശ്മീരിലും ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്. ആ അസംബ്ലിയിലെ ഇലക്റ്റഡ് മെമ്പേഴ്സിനും എന്ത് ചെയ്യാവുന്നതാണ്?
ഇലക്ട്രൽ കോളേജിൽ ഉൾപ്പെടാം. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ, ഞാൻ ഒന്നുകൂടി ആ പോയിന്റ് ഒന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു അമെൻമെൻറ്റ് കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ചോദ്യം ഇതാണ്: ഹു ക്യാൻ ഇലക്ട് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്യാൻ ബി ഇലക്റ്റഡ് ബൈ ആൻ ഇലക്ട്രൽ കോളേജ് കൺസിസ്റ്റിംഗ് ഓഫ് ദി ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ദി ഹൗസ് ഓഫ് പാർലമെൻറ്റ്, the elected members of state legislative assemblies and elected members of legislative assemblies of union territories of Delhi, Puducherry and Jammu Kashmir. എളുപ്പമല്ലേ? അതായത് ഇവിടെ 3 കാറ്റഗറി നമ്മൾ പറഞ്ഞു. അവിടെ ഉള്ള ഇലക്റ്റഡ്, only the elected members are included in the ഇലക്ട്രൽ കോളേജ് ഫോർ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. ജമ്മു കാശ്മീർ എങ്ങനെ ഇതിൽ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ദി ജമ്മു കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് ഓഫ് 2019 എന്ന് പറയുക. ഇനി അതിനു മുമ്പുണ്ടായിരുന്ന 2 യൂണിയൻ ടെറിട്ടറീസ് ഹാവിങ് സ്റ്റാറ്റസ് ഓഫ് സ്റ്റേറ്റ് ഏതൊക്കെയാണ്? ഡൽഹി ആൻഡ് പുതുച്ചേരി. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരും. ജമ്മു കാശ്മീർ ഇപ്പം, അതായത് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമത്തിലൂടെയാണ് ഈ പദവിയിലേക്ക് വന്നു കഴിഞ്ഞത്. എന്നാൽ ഇവിടെ ഒരു ചോദ്യം വരും: വിച്ച് അമെൻമെൻറ്റ് ആക്ട് പ്രൊവൈഡഡ് ഫോർ ദി ഇൻക്ലൂഷൻ ഓഫ് members of legislative assemblies of Delhi and Puducherry in the electoral college for presidential election. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേക്കുള്ള ഇലക്ട്രൽ കോളേജിൽ ഡൽഹിയിലെയും പുതുച്ചേരിയിലെയും നിയമസഭാ അംഗങ്ങളെ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? ഒന്ന് ഓർത്ത് നോക്കൂ. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. 70th Amendment Act, 70ാം ഭേദഗതി, 70th Amendment Act ഓഫ് 1992. 1992 70ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ജമ്മു കാശ്മീരിനെയും അതുപോലെ ജമ്മു കാശ്മീരിലെയും പുതുച്ചേരിയിലെയും നിയമസഭയിലെ അംഗങ്ങളെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേക്കുള്ള ഇലക്ട്രൽ കോളേജിൽ ഉൾപ്പെടുത്തിയത്. പിന്നീട് ജമ്മു കാശ്മീരും ആ പട്ടികയിലേക്ക് വന്നു. അത് ജമ്മു കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് വഴിയാണ് അങ്ങനെ ഒരു പദവിയിലേക്ക് വന്നത്. ഇത്രയും ഒന്ന് മനസ്സിലാക്കി വെച്ചുകൊള്ളുക. അപ്പം ഇത്രയേ ഉള്ളൂ ഓർക്കാൻ നിങ്ങൾക്ക്. ആരാണ് ഇന്ത്യൻ രാഷ്ട്രപതിയെ? അപ്പോൾ ഇവിടെ നമ്മൾ ആർക്കൊക്കെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറയാതെ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ആർക്കൊക്കെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാൻ അർഹതയില്ല എന്നും നമ്മൾ പറഞ്ഞു. ആർക്കൊക്കെ അർഹതയില്ല? ശരിക്കും പറഞ്ഞാൽ നോമിനേറ്റഡ് മെമ്പേഴ്സിന് പറ്റില്ല. എവിടെയുള്ള നോമിനേറ്റഡ് മെമ്പേഴ്സ്? അത് നമ്മുടെ എവിടെയുള്ള നോമിനേറ്റഡ് മെമ്പേഴ്സിനും പറ്റില്ല. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുള്ളതും ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ളതും എവിടെ? ലെജിസ്ലേറ്റീവ് കൗൺസിൽ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ മറ്റ് യൂണിയൻ ടെറിട്ടറി, അവർക്കൊന്നും ഇതിൽ അംഗമാകാൻ കഴിയില്ല എന്ന് നമ്മൾ പഠിച്ചിരിക്കുകയാണ് അല്ലേ? അത് ഓർമ്മിച്ചോളുക. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് അത് മനസ്സിലുണ്ടാകണം. ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്യാൻ ബി ഇലക്റ്റഡ് ബൈ an electoral college consisting of elected members of both the House of Parliament and elected members of state legislative assemblies and elected members of legislative assemblies of union territories of Delhi, Puducherry and Jammu Kashmir. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ പ്രസിഡൻഷ്യൽ ഇലക്ഷനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് ആർട്ടിക്കിളിലാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 54. ഇനി ആർട്ടിക്കിൾ, അപ്പോൾ 3 ആർട്ടിക്കിൾ, ആർട്ടിക്കിൾ 52, 53, 54 ഒന്നോർത്തെ. 52 there shall be a president of India. 53 the executive power of union are vested in the president. Article 54 presidential election. ക്ലിയർ അല്ലേ? ഇനി നോക്കാം ആർട്ടിക്കിൾ 55 എന്താ പറയുന്നത്? മാനർ ഓഫ് ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൻ്റെ മാനർ, ഏത് മെത്തേഡിലാണ്, ഏത് രീതിയിലാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വാസ്തവത്തിൽ അപ്പോൾ ആർട്ടിക്കിൾസ് റിലേറ്റിംഗ് ടു പ്രസിഡൻഷ്യൽ ഇലക്ഷൻ എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 54 പറയാം, 55 പറയാം അല്ലേ? കാരണം അത് രണ്ടും രാഷ്ട്രപതി എങ്കിലും ജനറലായിട്ട് ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു ദി പ്രസിഡൻഷ്യൽ ഇലക്ഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആർട്ടിക്കിൾ 54 പറഞ്ഞാൽ മതി. മെത്തേഡ് ഓഫ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ എന്ന് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നെങ്കിൽ മാത്രം ആർട്ടിക്കിൾ 55 എന്ന് പറയുക. എന്താണ് മെത്തേഡ് നോക്കാം. 2 വാക്കുകൾ നിങ്ങളിവിടെ പഠിക്കണം. സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് ബേസ്ഡ് ഓൺ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റം. That is the method of presidential election. Single transferable vote based on proportional representative system.
ഒന്നും മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞാനത് വ്യക്തമാക്കാം. എന്താണ് രണ്ടാമത് പറഞ്ഞ വാക്ക് ആദ്യം എടുക്കുക? പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റം, ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തെ അടിസ്ഥാനമാക്കിയ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്, കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന ഏക വോട്ട് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? എന്താണ് ഈ പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേക്ക് വോട്ട് ചെയ്യാൻ അർഹതപ്പെട്ട ആൾക്കാർ എവിടെ ഉൾപ്പെട്ടിട്ടുള്ളവരാണ്? ഇലക്ട്രൽ കോളേജിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പം അത് ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടല്ലോ. അപ്പം നമുക്ക് അത് തന്നെ ഒരു എക്സാമ്പിളായിട്ട് പറയാം. ഇപ്പം കേരളവും അതുപോലെ തന്നെ ഉത്തർപ്രദേശ്, 2 സ്റ്റേറ്റുകൾ എടുത്ത് നോക്കൂ. ഈ 2 സ്റ്റേറ്റിലും ഉള്ള ഇലക്റ്റഡ് മെമ്പേഴ്സ് MLA അല്ലേ? അപ്പം 2 സംസ്ഥാനങ്ങളിലുമുള്ള MLA അവർക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഇതിലേക്ക് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേക്ക് വോട്ട് ചെയ്യാം. പക്ഷെ കേരളത്തിലുള്ള ഒരു MLA വോട്ട് ചെയ്യുമ്പോൾ ആ വോട്ട് മൂല്യമായിരിക്കില്ല ഉത്തർപ്രദേശിലെ MLAയുടെ വോട്ടിൻ്റെ മൂല്യം. UPയിലെ MLAയുടെ വോട്ടിൻ്റെ മൂല്യം കൂടുതലായിരിക്കും. എന്തുകൊണ്ട്? അവിടെ വലിയ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്, അവിടെ പോപ്പുലേഷൻ കൂടുതലാണ്. ഒരു കോൺസ്റ്റിറ്റ്യുവൻസി എടുക്കുമ്പോൾ നമ്മളതിനേക്കാളും പോപ്പുലേഷൻ കൂടുതലാണ്. അപ്പോൾ അത്രയും പോപ്പുലേഷൻ ബേസ് ചെയ്തുകൊള്ള അത്രയും ആൾക്കാരെ പ്രതിനിധീകരിക്കുന്നുള്ള ഒരു MLA എന്നുള്ള നിലയിൽ ആ വ്യക്തിക്ക് നമ്മുടെ MLAയെക്കാളും വോട്ടിങ്ങിൻ്റെ വാല്യൂ അല്പം കൂടിയിരിക്കും. ഇതാണ് പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റം. അതായത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് മൂല്യം ജനസംഖ്യ അടിസ്ഥാനമാക്കി കണ്ടെത്തുന്ന രീതി. അതാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൻ്റെ പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റം. ഇനി അതനുസരിച്ചുള്ള സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്. ഇപ്പോൾ 3 പേര് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ നമുക്ക് ഈ വോട്ട് ചെയ്യുന്നവർക്ക് 3 പേർക്ക് വോട്ട് ചെയ്യാം, ഓപ്ഷൻ വെച്ചൊക്കെ. മനസ്സിലാവുന്നുണ്ടല്ലോ? അത് അതിൻ്റെ പ്രാക്ടിക്കലിലേക്ക് ഞാൻ പോകുന്നില്ല. രാഷ്ട്രപതി നോക്കൂ, പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട, നിങ്ങൾക്ക് അങ്ങനെയൊന്നും ചോദിക്കില്ല. ഈ 2 വാക്കുകളൊന്ന് ബൈ ഹാർട്ടാക്കാൻ ശ്രമിക്കുക. സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് ബേസ്ഡ് ഓൺ പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റം. മനസ്സിലാകുന്നുണ്ടല്ലോ? അതായത് ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം. എല്ലാവരുടെയും വോട്ട് മൂല്യം ഒന്നായിരിക്കില്ല. ആരാണോ കൂടുതൽ ജനസംഖ്യയെ പ്രതിനിധാനം ചെയ്യുന്നത് അവർക്ക് വോട്ട് മൂല്യം കൂടും തീർച്ചയായിട്ടും. എന്നിട്ട് ആ വോട്ടും നമ്മളിങ്ങനെ കൈമാറ്റം ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ഓപ്ഷൻ വെച്ച് വോട്ട് ചെയ്താൽ ഒരു ഓപ്ഷൻ, ഇപ്പോൾ 3 പേരാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മൾ ഓപ്ഷൻ വെച്ചു, ഇപ്പോൾ ABC, നമ്മൾ B ആണ് ഫസ്റ്റ് ഓപ്ഷൻ വെച്ചെന്നിരിക്കട്ടെ. സെക്കൻഡ് ഓപ്ഷൻ Cക്ക്, തേർഡ് ഓപ്ഷൻ Aക്ക് കൊടുത്തു. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ നമ്മുടെ ഓപ്ഷൻ വോട്ടെണ്ണൽ വന്നപ്പോൾ നമ്മുടെ ഓപ്ഷൻ B ആണ് ഫസ്റ്റ് ഓപ്ഷൻ. അത് ഏറ്റവും ബാക്കിൽ നിൽക്കുകയാണ്. Aയും Cയും തമ്മിലാണ് കടുത്ത മത്സരമെങ്കിൽ B ഡിലീറ്റ് ചെയ്യപ്പെടും സ്വാഭാവികമായിട്ട്. അപ്പം നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ പോവുകയാണ്. അപ്പം നമുക്ക് ആ ഫസ്റ്റ് ഓപ്ഷൻ നഷ്ടപ്പെട്ടോ ഇല്ല, അത് സെക്കൻഡ് ഓപ്ഷനിലേക്ക് വരും. കേട്ടോ, അതിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും വോട്ട്. പക്ഷേ ഒരാൾക്ക് കിട്ടുകയുള്ളൂ. 3 പേർക്ക് വോട്ട് ചെയ്താൽ 3 പേർക്ക് കൂടെ കിട്ടൂല. ഇങ്ങനെ ഒരു രീതിയൊക്കെയാണ്. ഇങ്ങനെ രീതി പറഞ്ഞാൽ പൂർണ്ണമാകില്ല. ഒരുപാട് പ്രോസസ്സ് അതിൻ്റെ പിന്നിലുണ്ട്. അത് നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല, കാരണം അത് ഒരിക്കലും പരീക്ഷയ്ക്ക് ചോദിക്കുന്നില്ല. അത്തരത്തിലുള്ള പ്രാക്ടിക്കൽ സൈഡിലേക്ക് നിങ്ങൾ പോകണ്ട. ഞാനിപ്പോൾ എന്തിനാണ് ഈ എക്സാമ്പിൾസ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇത് നോട്ട് വായിക്കുമ്പോൾ ഈ 2 ടേം നിങ്ങൾക്കൊരു ചെറിയ ഐഡിയ കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത് രണ്ടും ഒന്ന് പറഞ്ഞത്. അത് ജസ്റ്റ് അത്രയൊന്ന് ഓർത്താൽ മതി. അപ്പോൾ മെത്തേഡ് ഓഫ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഈ സ്റ്റേറ്റഡ് ഇൻ ആർട്ടിക്കിൾ 55 of Indian Constitution. The method of presidential election is single transferable vote based on proportional representative system. Clear ആയല്ലോ? ഇനി ആർട്ടിക്കിൾ 55 കഴിഞ്ഞു, 56. ആർട്ടിക്കിൾ 56ൽ പറയുന്നത് ദി ടേം ഓഫ് ഓഫീസ് ഓഫ് പ്രസിഡന്റ്, ടെന്യൂർ, ദി ഓഫീസ് ഓഫ് പ്രസിഡന്റ്. നമ്മുടെ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി എത്ര? രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി എല്ലാവർക്കും അറിയാം. ദി പ്രസിഡന്റ് ഷാൽ ഹോൾഡ് ഓഫീസ് ഫോർ ദി ടേം ഓഫ് 5 years ഫ്രം ദി ഡേറ്റ് ഓൺ വിച്ച് ഹി എൻറ്റേഴ്സ് അപ്പോൺ ഹിസ് ഓഫീസ്. എന്ന് പറഞ്ഞാൽ ദി ടേം ഓഫ് ഓഫീസ് ഈസ്
5 years. ഓരോ 5 വർഷം, എവറി 5 year ദി പ്രസിഡന്റ് ഇലക്ഷൻ ഈസ് കണ്ടക്റ്റഡ്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഓരോ 5 വർഷമാണ്. അതുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.